അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയേണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൽക്കുന്ന ഈ വേളയിൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ മനസ്സിടിഞ്ഞു പോയവരുണ്ടാകും. അവരുടെ എല്ലാ മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാകുകയും ചെയ്യട്ടെ. കാരണം എന്താണ്? കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ, ഭാരങ്ങൾ, ശാരീരികത്തിൻ്റെ അവശതകൾ, അതുപോലെ തന്നെ തളർച്ചകൾ, ഒരു ഉന്മേഷമില്ലായ്പ, മനസ്സിന് ഉന്മേഷമില്ലാത്തവർ, ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ ആരെയും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ പറയുക, എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലന്മാരെയോ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടത്തില്ല. അതുപോലെ തന്നെ കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവ് ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ആയുസ്സോടും കൂടി അമ്മമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തി ദൈവപൈതരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഒരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആധിക ഭീതികളെ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പറയട്ടെ.
ഇപ്പോൾ ഒത്തിരി പേര് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ്ടേ. ഇന്ന് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവർ ചിലർക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം. എന്താ കാര്യം? എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ഇപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 6:8 വായിച്ചേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ? എന്താണ് നിങ്ങൾ ചോദിക്കുന്ന ഒന്ന് പറഞ്ഞ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കണ്ടാ? അപ്പൊ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? 6:33 വായിച്ചേ. മത്തായി സുവിശേഷം 6:33. ദൈവം നമ്മളോട് പറയുന്ന കാര്യം വായിച്ചേ. നിങ്ങൾ ആദ്യം അതാ സംഭവം. ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴെന്താണ്? ദൈവം നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ തരാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഉടമ്പടി അതാണ് ചെയ്യണത്. ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ നിറവേറ്റി സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ്? ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ്. ലൂക്ക 17:21. ലൂക്ക 17:21 വായിക്കാം. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ത് സംഭവം അറിയാവോ? അതായത് നമ്മൾ ആദ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർ പറയും കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞു. എന്ത് തോന്നിയവാസമാണ് അത്! ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തല്ലുള്ളി തരാമെന്ന് പറയും. അങ്ങനെയല്ല. കർത്താവ് എന്താ പറഞ്ഞാൽ? ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല, ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ഉടമ്പടി പാലിക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് നൽകണം. അപ്പം നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. എന്താണ്? ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും എന്ന തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയില്ല. 6:36 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ലുക്ക അമർത്തി കുരുക്കി നിറച്ചാളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചുരിയും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. എൻ്റെ പേര് ഷീബ ടൈജു. ഞാൻ എറണാകുളം വഴുതലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 25 തീയതി 2003 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകളാണ്. എനിക്ക് ഒരേ ഒരു മകളാണുള്ളത്. മകൾ +2 കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കും എന്നുള്ള ആലോചനയിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ BSc നഴ്സിംഗ് എടുക്കാമെന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോയി ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്ത് ഇത്രയും വർഷത്തിനിടയിൽ ഒരു ടൂറ് പോലും ഞങ്ങളുടെ അരിയത്തുനിന്ന് വിടാത്ത മകളെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ബാംഗ്ലൂർ നഴ്സിംഗ് പഠനത്തിന് വിടുകയും അവിടെ ചെന്ന് ഹോസ്റ്റൽ പഠനം ആരംഭിച്ച് 2 ആഴ്ച ആയപ്പോഴേക്കും മകൾക്ക് ക്ലൈമറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൊണ്ടവേദന, പനി, മറ്റ് അസുഖങ്ങളും എല്ലാം വന്നു തുടങ്ങി. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. ആഴ്ചകളോളം ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയും ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അസുഖങ്ങൾ വരികയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമത്തിലായി. ഇനി മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്കയിൽ മകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എനിക്ക് വേണ്ടി. നമ്മൾ ഇത്രയും ക്യാഷൊക്കെ കെട്ടിയതല്ലേ, ഇനി തുടർന്ന് മുന്നോട്ട് തന്നെ ചിന്തിക്കണം, പുറകോട്ട് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അമ്മ പോയി മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിനാൽ എൻ്റെ അസുഖങ്ങളും മാറും,
എനിക്ക് പഠിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ഫസ്റ്റ് നിയോഗം മകളുടെ നിയോഗമായിട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു പോയി. ഫസ്റ്റ് സെം എക്സാം വന്ന് മകൾക്ക് അസുഖത്തിനൊന്നും കുറവില്ല. എക്സാം അടുത്ത ദിവസവും മകൾ പറഞ്ഞ് ഞാൻ അസുഖമായിട്ട് കിടക്കണേന്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും പഠിച്ചിട്ട് തലയിൽ കയറണമില്ല. ഒരു കാരണം കൊണ്ട് മലയാളം മീഡിയം കുട്ടിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റുന്നില്ല. കൂടെയുള്ള പിള്ളേരും എന്നോട് വിളിച്ചു പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നില്ല, കിടപ്പോട് കിടപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വളരെ വിഷമം തോന്നി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എൻ്റെ മകളെ ഒന്ന് എക്സാം എഴുതാനായിട്ട് സഹായിച്ചേക്കണേ. അപ്പം മകൾ പറഞ്ഞു, അമ്മേ ഞാൻ 2-3 ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വരുന്ന ക്വസ്റ്റ്യൻ വേറെ ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ മകളോട് പറഞ്ഞു, മകളെ നമ്മൾ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും, കൃപാസനത്തിൽ പോകുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, അവിടെ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നീ പഠിച്ച ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ, ബാക്കി മാതാവ് നിനക്ക് കാത്തുകൊള്ളും. അമ്മ വിശ്വാസത്തോടെ പറയണേണെന്ന് പറഞ്ഞിട്ട് മകളെ ആശ്വസിപ്പിച്ചു. എക്സാമിന് പോയി. വന്ന ക്വസ്റ്റ്യനൊക്കെ എല്ലാ പിള്ളേർക്കും പഠിച്ച ക്വസ്റ്റ്യനെല്ലാം വന്നത്. എല്ലാ പിള്ളേരും കരച്ചിലായി എന്നെ വിളിച്ചിട്ട്. എക്സാം എഴുതുന്ന ദിവസം ഞാൻ ഇന്ന് കൃപാസനത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഞങ്ങളെല്ലാവരും തോറ്റു പോകും, ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം വന്നത്. അപ്പം ഞാൻ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഞാൻ കാശുരൂപം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ നല്ല മാർക്കോടെ തന്നെ പാസ്സാവും, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോഴേക്കും എല്ലാവരും നല്ല മാർക്കോടെ തന്നെയാണ് പാസ്സായത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മകൾക്കും കൂട്ടുകാർക്കും ഉണ്ടായത്. അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ, ഞങ്ങൾ ഒരു ഫിഷർമാനാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾക്ക് ചീനവല, ചൈനീസ് വലയെന്ന് പറയും, ഞങ്ങൾക്ക് വടതിലെ തന്നെ ചീനവലയാണ്. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ മുതൽ മെയ് മാസം വരെയാണ്. ഒരു 2-3 കൊല്ലമായിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം കുറവാണ്, നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ആ ഡിസംബർ ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ ഭർത്താവിന് വലയിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ പോലും സമയമില്ല. അതിന് മാത്രം മത്സ്യങ്ങളാണ് വന്നു കയറുന്നത്. ഡെയിലി 30 കിലോ 40 കിലോ മത്സ്യങ്ങൾ, കരിമീൻ, പിലോപ്പി, അതുപോലെ എല്ലാ മത്സ്യങ്ങളും വന്ന് കയറുകയും നമ്മൾക്കൊരു ഷോപ്പുണ്ട്, പാർട്ട്ണർഷിപ്പിലാണ് ഷോപ്പ് ചെയ്യണത്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഈ മീൻ എല്ലാം തീർന്നു പോവുകയും ചെയ്യും. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നേക്കണത്. കാരണം ഒരു 5 മാസം 3 മാസം വരെയൊക്കെ നമുക്ക് വലക്കയിൽ ജോലി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ള മാസങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിപ്പാണ്, ജോലിയില്ല. ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ഇപ്പോഴും എൻ്റെ ഭർത്താവ് അവിടെ വല വലിച്ചുകൊണ്ടിരിക്കണേണ്. മത്സ്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടാണ് അമ്മ തന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അനുഗ്രഹമാണ് അമ്മ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ്. ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് കൊണ്ട് വലക്കയിലൊക്കെ തൂകും, വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ മാതാവിൻ്റെ അനുഗ്രഹവും ആ ഉപ്പിൻ്റെ ഒരു അനുഗ്രഹവും കൊണ്ട് മാതാവ് ഞങ്ങൾക്ക് അനവധി അനുഗ്രഹങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത്ര മത്സ്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അപ്പോൾ പറഞ്ഞു, എന്ത് വേണം, നീ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് എത്രയോ ആൾക്കാരാണ് വഴിയേരിയിൽ ഭക്ഷണം പോലും ഇല്ലാതെ ഇരിക്കുന്നത്, നമ്മൾക്ക് ഫുഡ് പാചകം ചെയ്ത് വഴിയേരിയിൽ എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 4-5 വട്ടമായി ഞാൻ തന്നെ ഫുഡ് പാചകം ചെയ്യുകയും നല്ല കറികൾ തന്നെ വെച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ പാക്ക് ചെയ്ത് 2 വീലറിന് ഞങ്ങൾ 2 പേരും കൂടി കൊണ്ടുപോയി വഴിയേരിയിൽ ഭിക്ഷക്കാർക്കും എല്ലാവർക്കും കൊണ്ട് പൊതി അഴിച്ചു കൊടുത്ത് ഭക്ഷിക്കാൻ കൊടുക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞ്, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹവും അതുപോലെ നമ്മുടെ മാതാവിനെ എല്ലാവരും അറിയണം. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് കൃപാസനത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു, നീ ആൾക്കാരെ കണ്ടെത്തിക്കോ, നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ഓരോരുത്തരെ ഫോണിൽ വിളിക്കുകയും വീട്ടിൽ ചെന്ന് കാണുകയും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ വന്നാൽ മാത്രം മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ഒരു ടെമ്പോ ട്രാവലറിന് ഒത്തിരി അംഗങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ഉടമ്പടി എടുക്കുവാനും അവരെന്നെ കണ്ടപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും സാധിക്കുകയുണ്ടായി. എനിക്കൊരു ഷോപ്പുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷോപ്പിൽ കച്ചവടം വളരെ കുറവായിരുന്നു. ആദ്യകാലങ്ങളിൽ നല്ല കച്ചവടം ഉണ്ടായി. പിന്നീട് നമ്മൾക്ക് പണിക്കാർക്ക് കൊടുക്കാനുള്ള സാലറി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അതും വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് വണ്ടിമേൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ പുറം ഭാഗം നന്നായിട്ട് വേദനിക്കുമായിരുന്നു. ഞാൻ മാസ്ക് വെച്ചുകൊണ്ടാണ്
ഒന്ന് വണ്ടിമേന്ന് എഴുന്നേക്കണം. അല്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ ആ വേദനയുടെ ഒരു എക്സ്പ്രഷൻ മറ്റുള്ള ആളുകൾ കാണും. അത്രയ്ക്ക് വേദനയാണ്. വണ്ടിമേന്ന് എഴുന്നേക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഹോമിയോ കഴിച്ചു, ആയുർവേദം കഴിച്ചു, ഒരു കുറവില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ മരുന്ന് ഈ തൈലം ഉണ്ടായിട്ട് പോലും ഞാൻ അത് മനസ്സിലാക്കാതെ ഈ മരുന്നിന് പോയത് കൊണ്ടായിരിക്കാം എനിക്ക് വേദന മാറിയില്ല. പിന്നീട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ മരുന്നൊന്നും കഴിക്കുന്നില്ല, ഞാൻ ഈ തൈലം പുരട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. തൈലം പുരട്ടി ഒരാഴ്ച പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഇപ്പോൾ വേദനയൊന്നുമില്ല. ഒത്തിരി മരുന്നുകൾ കഴിച്ചാണ് തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വേദനകളൊന്നുമില്ല. ഇതുപോലെ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ടൊരു വീടില്ല. ചേട്ടനും അനിയനും കൂടി ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീടാണ് താഴെ മുകളിലുമായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ മകൾക്ക് 18 വയസ്സായി, ഇനിയെങ്കിലും ഒരു വീട് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വെക്കുവാനോ ഒരു സാഹചര്യം ഒരുക്കി നീ തരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥിച്ചെങ്കിലും നമുക്ക് അതെങ്ങനെ ചെയ്യും, എങ്ങനെ നടത്തുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പ്രാർത്ഥിച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബ്രോക്കർ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു 35 ലക്ഷത്തിൻ്റെ വീടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് അഡ്വാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പേടിയുമില്ലാതെ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്യും, എങ്ങനെ വീട്ടുമെന്നുള്ള ഒരു പേടിയുമില്ലാതെ ഞാൻ ഒരു 7 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. കരാർ എഴുതി. ആ വീട് എനിക്കിനി സ്വന്തമാകും, 2 മാസത്തിനുള്ളിൽ തന്നെ സ്വന്തമാകും. ലോണാണ് എങ്കിലും അത് അടക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അമ്മ മാതാവ് എന്നെ സഹായിക്കും, എൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ആ വീട് വാങ്ങിയിരിക്കുന്നത്. എന്ത് പറയുമ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ അനുവാദം ചോദിക്കും, അമ്മേ വേണോ, എന്നെ നീ നിരാശപ്പെടുത്തരുത്, ഞാനിത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കാൻ ഇടവരരുത്, നീ എന്നെ സഹായിക്കണം, നീ എൻ്റെ കൂടെ വരണം. അതുകൊണ്ട് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അഡ്വാൻസ് കൊടുത്താൽ മതി, പിന്നീട് ബാലൻസ് പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അഡ്വാൻസ് പോകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയുടെ താല്പര്യപ്രകാരമാണ് എനിക്ക് ആ അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും. അങ്ങനെ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇത്രയും 20 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഒരു വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം ചിന്തിക്കാനുള്ള ഒരു ആസ്തി ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയോട് പറയും, എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ ഇപ്പുറത്ത് തന്നെ ഉണ്ടാവണം, എന്നാൽ മാത്രമേ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അമ്മയുണ്ടെങ്കിലേ എനിക്ക് അതിന് എന്തും ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് എന്ത് ചെയ്യാനും ഇപ്പോൾ ഒരു പേടിയില്ല. ഞാൻ മകളോട് പറയും, നീ എന്തിനാ പേടിക്കണം. അപ്പം ഇതിന് ഇടയിലൊരു കാര്യം മറന്നുപോയി. മകൾ എക്സാമിനൊക്കെ നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ മകൾ പറഞ്ഞു, അമ്മേ എനിക്കും പോയി ഉടമ്പടി എടുക്കണം, കാരണം മാതാവാണ് എന്നെ രക്ഷിച്ചേക്കണത്. കാരണം ഇത് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ടാവും, അസൈൻമെൻറ്റുകൾ. ഒരു 10 പേജ് 12 പേജ് എഴുതി അസൈൻമെൻറ്റ് മിസ്സിനെ കൊണ്ടേ കാണിക്കുമ്പോൾ എല്ലാ പിള്ളേർക്കും ഒരു വെട്ടിട്ട് കൊടുക്കും, 2ാമത് എഴുതിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോളുടെ മാത്രം ഇതുവരെ അനീറ്റ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കും, പൊയ്ക്കോ എന്ന് പറയും. അപ്പം മോള് പറയും, അമ്മേ മാതാവ് ഭയങ്കരമായിട്ട് ഇടപെടണേണ്, എൻ്റെ പേപ്പർ നോക്കാറ് പോലുമില്ല, അങ്ങനെ ടിക്ക് ചെയ്തിട്ട് നീ പൊയ്ക്കോ എന്ന് പറയും. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ നോക്കിയിട്ട് 2ാമത് എഴുതണമെന്ന് പറയും. ശരിക്കും മാതാവാണ് എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചെയ്തു തന്നത്. എൻ്റെ മോൾ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്, പുറകിലോട്ട് മാറി നിൽക്കുക എല്ലാ കാര്യത്തിനും. പക്ഷേ അവളെ മുന്നിലോട്ട് മാതാവ് നയിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പം ആരോട് എന്ത് പറഞ്ഞാലും എൻ്റെ ഭർത്താവാണെങ്കിലും ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഉപ്പ്, കാശുരൂപം ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഭർത്താവ് എല്ലാവർക്കും വിതരണം ചെയ്യുകയും കൃപാസനം പത്രം എല്ലാം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവരും കൃപാസനത്തിലേക്ക് പോകാനായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവും ഏറ്റവും വിശ്വാസത്തോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഡെയിലി 3-4 സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതെല്ലാവർക്കും അയച്ചു കൊടുക്കും. അവരിലേക്കും ഇതെത്താൻ വേണ്ടിയാണ്. അതുപോലെ വിശുദ്ധ കുർബാനയിലും ബൈബിൾ വായനയിലൊക്കെ സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും എനിക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം കാരുണ്യ പ്രവർത്തികൾ ചെയ്തതിലൂടെയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ആദ്യം കുറച്ച് ഒരു ആമാന്തത്തിലാണ്. പിന്നീട് ഞാൻ ഭർത്താവിനോട് എന്തായാലും കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവവിചാരത്തോടെ ആകട്ടെ എന്ന് സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വാക്യം
വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്നാൽ വളരെ ചുരുങ്ങിയ ഭാഷയിൽ തന്നെ ഈ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് വിശ്വാസം, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം. മകള് പറയുന്നുണ്ട്, അമ്മ എനിക്ക് പരീക്ഷ പറ്റില്ല, പഠിത്തം നിർത്തണമെന്ന് പോലും ഒരു ചിന്തിക്കുന്ന സാഹചര്യത്തിൽ അമ്മ പോയി ഉടമ്പടി എടുക്കണം എന്ന് വിശ്വാസമുള്ളൊരു മകളുടെ സാന്നിധ്യം. പിന്നീട് അവസാനം മകൾ തന്നെ ഉടമ്പടി എടുക്കുന്നതും അമ്മ കൂടെ ഉണ്ടെന്നുള്ള അനുഭവം പരസ്പരം ഷെയർ ചെയ്യുന്നത്, അതായത് അമ്മയും മകളും കൂടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ തക്ക വിധം ഒരു വിശ്വാസത്തിൻ്റെ വളർച്ച കുടുംബത്തിലുണ്ടാകും. രണ്ടാമത്തേത് ഉപജീവന മാർഗത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞ് ചൈനീസ് വലയുടെ കാര്യങ്ങളും. അപ്പോൾ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവ്, നമ്മൾ കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ മാതാവിന് പ്രകൃതിയുടെ മേലും ദൈവം അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. അപ്പോൾ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെയും അതിനൊരു അല്ലലുണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അവസാനം പറയുന്ന വേറൊരു കാര്യം, എനിക്കിപ്പോൾ പേടിയില്ലെന്നാണ് പറയുന്നത്. അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വചനവും ഇതാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. ഈ പേടിയില്ലായ്മ എന്ന് പറയുന്നത് ഒരു സാക്ഷ്യത്തിലല്ല. ചിലർ ഈ പേടിയില്ലായ്മ ദൈവവിശ്വാസം കൂടുതലായെന്ന് പറയും, ചിലർ കോൺഫിഡൻസ് ആണെന്ന് പറയും. അപ്പോൾ ഈ പേടിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ ആഴപ്പെടലാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കാരണം ഒരു കുടുംബമായിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ ഏറ്റവും നല്ല കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറയുമ്പം അവർ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ലതായത് മറ്റുള്ളവർക്ക് കുടുംബമായിട്ട് ജീവിത പങ്കാളിയായിട്ട് ലഭിക്കുന്നതൊക്കെ കൊടുക്കാനായിട്ട് ഇടവരുന്നതും. അപ്പം അങ്ങനെ ഒരു കുടുംബമായിട്ട് അപ്പോൾ ഈ നൽകുന്ന വ്യക്തികളുടെ പ്രാർത്ഥനയും കൂടി ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം, ദൈവത്തിൽ ഊന്നിയൊരു വിശ്വാസം വന്നിട്ടുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട്. ഒരു കുടുംബം മുഴുവൻ, മകളും അമ്മയും എല്ലാം ഇങ്ങനെ മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ജീവിത പങ്കാളിയുമായിട്ട് എല്ലാം കാരുണ്യപ്രവർത്തനം, ഇത് ഇങ്ങനെയൊക്കെ ഒരു കുടുംബം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ നൽകാതിരിക്കുക, അല്ലെങ്കിൽ നൽകിയ അനുഭവങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുക. അപ്പം ഇവരുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.